പക്ഷെ എന്റെ ലീവിന്റെ കാര്യം എന്തായി? അത് ശരിയാക്കാം. ഈ വീഡിയോ കണ്ടായിരുന്നോ? ഏത് വീഡിയോ? 1ാം ക്ലാസ്സിലെ കുട്ടിയോട് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന ദുശീലാണ്, അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ ടീച്ചർ ഫോഴ്സ് ചെയ്യുന്ന വീഡിയോ. അത് കണ്ടായിരുന്നല്ലോ. ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന കുട്ടിയെ ഫോഴ്സ്ഫുള്ളി റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യിപ്പിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓരോ കുട്ടിയും യുണീക്ക് ആണ്. ഹാൻഡ് ഡൊമിനൻസ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ നാച്ചുറൽ പാർട്ടാണ്. ചെറിയ കുട്ടികൾ 2 കൈകൾ മാറി മാറി ഉപയോഗിക്കുന്നത് സ്വാഭാവികമാണ്. 2 മുതൽ 4 വയസ്സിന് ഇടയിലാണ് കുട്ടികളുടെ ഹാൻഡ് പ്രിഫറൻസ് കാണിച്ചു തുടങ്ങുന്നത്. 6 മുതൽ 7 വയസ്സ് വരെ അത് എസ്റ്റാബ്ലിഷ്ഡ് ആകും. എന്നാലും ചില പേരൻസ് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത് ഒരു ദുശീലമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ കുട്ടിയെ റൈറ്റ് ഹാൻഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. കുട്ടിയെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് ഹാൻഡ് ഡൊമിനൻസിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അതുകൂടാതെ പുവർ ഹാൻഡ് റൈറ്റിംഗ് സ്കിൽസ്, ഡിലേഡ് മോട്ടോർ സ്കിൽസ് എന്നിവയ്ക്ക് കാരണമായേക്കാം. അതിനാൽ സ്റ്റാമറിംഗ് പോലെയുള്ള സ്പീച്ച് ഇഷ്യൂസ്, കോൺഫിഡൻസ് കുറവും ഉണ്ടായേക്കാം. പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും തെറാപ്പിസ്റ്റിന്റെയും ഡ്യൂട്ടി കുട്ടികളെ മാറ്റുക എന്നതല്ല, പകരം കുട്ടികളുടെ നാച്ചുറൽ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ നീഡിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക, അവരെ അക്സെപ്റ്റ് ചെയ്യുക. 7 വയസ്സിന് ശേഷവും കുട്ടി ഹാൻഡ് ഡോമിനൻസ് അച്ചീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇരു കൈകളും ഒരുപോലെ യൂസ് ചെയ്യുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ കൺസൾട്ടേഷൻ അത്യാവശ്യമാണ്. പ്ലേ ബേസ്ഡ് ആക്ടിവിറ്റീസിലൂടെ കുട്ടിയുടെ ഹാൻഡ് ഡോമിനൻസ് നാച്ചുറലി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു കുട്ടിയുടെ വിജയത്തിന് ഏത് കൈ ഉപയോഗിക്കുന്നു എന്നതിലല്ല പ്രാധാന്യം, പകരം എത്ര കോൺഫിഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരുന്നു അതാണ് മുഖ്യം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന 2 പേർക്കും താങ്ക്സ്.